ഇനി നമ്മൾ ആത്മീയതയുടെ വിശ്വാസത്തിന്റെ വലിയ തിരയിളക്കങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. ഈ തിരുനാളിൽ പങ്കെടുത്ത് ഈ കപ്പൽ പ്രദക്ഷിണം കാണുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും ദയവായി ശ്രദ്ധിക്കുക. ഈ കപ്പൽ പ്രദക്ഷിണം സുഗമമായി നടത്തുന്നതിന് അത് വഹിക്കുന്ന വ്യക്തികൾ നൽകുന്ന നിർദ്ദേശങ്ങളോട് ദയവായി പൂർണ്ണമായും സഹകരിക്കുക. പോലീസ് അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങളോട്, വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങളോട് ദയവായി സഹകരിക്കുക. തലയ്ക്ക് മുകളിൽ കത്തുന്ന സൂര്യന്റെ വലിയ ചൂടിനെ അവഗണിച്ചുകൊണ്ട് അതിനേക്കാളും വലിയ വിശ്വാസത്തിന്റെ ചൂട് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ആത്മീയ ആഘോഷമായ കപ്പൽ പ്രദക്ഷിണം നമ്മുടെ മുമ്പിൽ നടക്കുകയാണ്. കപ്പൽ കടലിൽ ആടി ഉലയുന്നത് പോലെ കടപ്പൂർ നിവാസികളുടെ ചുമലിലേറി കപ്പൽ ഈ ജനസാഗരത്തിന്റെ മുമ്പിൽ ആടി ഉലയുകയാണ്. ഈ കപ്പൽ പ്രദക്ഷിണത്തിന് 2 ചരിത്ര പശ്ചാത്തലങ്ങളാണുള്ളത്. ഒന്നാമത് പരിശുദ്ധ സുവിശേഷത്തിൽ വിവരിക്കുന്ന യോനാ പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അമിത്യായുടെ പുത്രനായ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടാകുന്നു. മഹാനഗരമായ നിനിവേയിലേക്ക് നീ പോകണം, അവിടെയുള്ള ജനത്തോട് മാനസാന്തരം പ്രസംഗിക്കണം. പക്ഷേ യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ ആഗ്രഹിച്ച് താർശീഷിലേക്ക് കപ്പൽ കയറുന്നു. പക്ഷേ ദൈവം ഒരു വലിയ കൊടുങ്കാറ്റ് യോന കയറിയ ഈ കപ്പലുള്ള കടലിലേക്ക് അയക്കുകയാണ്. പല മതവിശ്വാസികളായ ആളുകൾ ഈ കപ്പൽ അപകടത്തിൽ നിന്ന്, നിയന്ത്രിക്കാനാവാത്ത ഈ കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് തങ്ങളുടെ മതവിശ്വാസമുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ യോന മാത്രം കിടന്നുറങ്ങി. ഇതാ കപ്പലിലുള്ള ബാക്കി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അവർ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ അരുളപ്പാട് തെറ്റിച്ചുകൊണ്ട് ഞാൻ എതിർദിശയിലേക്ക് കപ്പൽ കയറിയതാണ്. വിശ്വാസപൂർവ്വം ഈ ചരിത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദയവായി ശ്രദ്ധിക്കുക, സഹകരിക്കുക. കടപ്പൂർ നിവാസികൾ നമ്മളുടെ മുമ്പിൽ ഭക്തിപൂർവ്വം കാഴ്ചവെക്കുന്ന ഈ കപ്പൽ പ്രദക്ഷിണം ഏറ്റവും സുഗമമായി നടത്താൻ വോളണ്ടിയേഴ്സും പോലീസ് അധികാരികളും നൽകുന്ന നിർദ്ദേശങ്ങളോട് സഹകരിക്കുക. കഴിയുന്നിടത്തോളം വശങ്ങളിലേക്ക് മാറി നിന്നിത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ജനസാഗരം തന്നെ ഇവിടെയുണ്ട്. എങ്കിലും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് സുഗമമായി നടക്കുന്നതിനായി, ഇത് ഭക്തിപൂർവ്വം നടക്കുന്നതിനായി നിങ്ങളെല്ലാം സഹകരിക്കുക. കടപ്പൂർ നിവാസികൾ ചെരുപ്പുകൾ ഇടാതെയാണ് ഈ കപ്പൽ വഹിക്കുന്നത് എന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ചിരിക്കും. ഇതൊരു വെറും സാംസ്കാരിക കാര്യമല്ല, ഇത് ഭക്തിയുടെ വലിയൊരു ആഘോഷമാണെന്നുള്ളതിന്റെ വലിയ അടയാളം ഈ കാര്യത്തിൽ നമ്മൾ കാണുകയാണ്. താർശീഷിലേക്ക് കപ്പൽ കയറിയ യോനാ പ്രവാചകൻ മാത്രം കൊടുങ്കാറ്റിൽപ്പെട്ട ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ കപ്പലിലെ യാത്രക്കാര് ചോദിച്ചു, എന്തേ നീ പ്രാർത്ഥിക്കുന്നില്ല? അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവിക അരുളപ്പാടിനെതിരായി എതിർദിശയിൽ കപ്പൽ കയറിയതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കടൽ ശാന്തമാകണമെങ്കിൽ എന്നെ എടുത്ത് നിങ്ങൾ പുറത്തേക്കെറിയണം, കടലിലേക്കെറിയണം. മനസ്സില്ലാ മനസ്സോടെ മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതിനായി അവർ യോനാ പ്രവാചകനെ കടലിലേക്കെറിഞ്ഞു. ദൈവീക ആജ്ഞപ്രകാരം ഒരു വലിയ തിമിംഗലം വന്ന് യോനായെ വിഴുങ്ങി. 3 രാവും 3 പകലും ആ വലിയ മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞ യോനാ പ്രവാചകനെ 3-ാം ദിവസം തിമിംഗലം നിനിവേയുടെ കരയിൽ തന്നെ കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു. ഇതാ നമ്മുടെ കപ്പൽ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായ ആദ്യപാദങ്ങൾ പൂർത്തിയാക്കി ചെറിയ പള്ളിയുടെ സമീപത്തേക്ക് നീങ്ങുകയാണ്. കടപ്പൂർ നിവാസികളുടെ ചുമലിലേറി ഇത് കടലിലൂടെ പോകുന്ന ഒരു കപ്പൽ തന്നെയാണോ എന്ന് നമ്മളെ ചോദിപ്പിക്കുമാറ് തന്മയത്വത്തോടെ അത്രയേറെ മനോഹരമായി ഈ കപ്പൽ പ്രദർശനം കടപ്പൂർ നിവാസികൾ നടത്തുകയാണ്.
ചെരുപ്പുകളിടാതെ പഴയ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഏറെ മനോഹരമായി നടത്തുന്ന ഈ കപ്പൽ പ്രദക്ഷിണം സൗകര്യമായി നടത്തുവാൻ എല്ലാവരും സഹകരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്നവർക്കും പുണ്യം പകരുന്ന ഒരു വലിയ കർമ്മമാണ്. കുറവിലങ്ങാട് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വലിയ ആത്മീയ ആഘോഷത്തിലാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന 10,000 പങ്കെടുക്കുന്നത്. കപ്പല് ത്രിശുദ്ധമായ കടലിൽ കൂടിയുള്ള യാത്ര തുടരുകയാണ്. 3-ാം ദിവസം തിമംഗലം നിനുവയിൽ യോനായെ ഛർദ്ദിച്ചിട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. അദ്ദേഹം നിനുവയിലെത്തി നിനുവേ നഗരവാസികളോട് മാനസാന്തരം പ്രസംഗിച്ചു. ആ ജനത മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്ന സുവിശേഷത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കപ്പൽ പ്രദക്ഷിണത്തിന്റെ സുവിശേഷ പശ്ചാത്തലമാകുന്ന സംഭവം ഇതാണ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ കടപ്പൂർ നിവാസികളാണ്, നാവിക പാരമ്പര്യമുള്ള കടപ്പൂർ നിവാസികളുടെ പിൻതലമുറക്കാർ തന്നെയാണ് ഇപ്പോഴും എല്ലാ വർഷവും ഈ കുറവിലങ്ങാട് ഇടവകയിൽ കപ്പൽ പ്രദക്ഷിണം നടത്തുന്നത്. ഒരു അവകാശമായി, പാരമ്പര്യമായി, ഉത്തരവാദിത്വമായി അവർ കാണുന്ന ഈ മഹനീയ കർമ്മം ഈ വർഷവും അത് ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് കൂട്ടായ സഹകരണം എല്ലാവരുടേതും പ്രതീക്ഷിക്കുകയാണ്. കടപ്പൂർ നിവാസികൾ കപ്പൽ വഹിച്ചു തുടങ്ങിയതിന് പിന്നിലും വലിയ പാരമ്പര്യമുണ്ട്. കടപ്പൂർ നിവാസികളുടെ പൂർവികന്മാർ ഒരിക്കൽ കപ്പൽ യാത്രയിലായിരുന്നപ്പോൾ ഇതുപോലൊരു കപ്പൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായപ്പോൾ കുറവിലങ്ങാട് പള്ളിയിൽ കപ്പലിന്റെ ഒരു മാതൃക നൽകാമെന്ന് നേർച്ച നേർന്നു. അതോടുകൂടി അത്ഭുതകരമായി അവർ ആ കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. അതിന്റെ വിശുദ്ധമായ ഓർമ്മക്കുറിപ്പാണ്, അതിന്റെ വിശുദ്ധമായ തിരുശേഷിപ്പാണ് ഇന്ന് കപ്പൽ പ്രദക്ഷിണമായി നമ്മുടെ ഈ 3 നോമ്പ് തിരുനാളിന്റെ പ്രധാന ദിവസമായ 3 നോമ്പ് തിരുനാളിലെ മധ്യദിവസമായ ഈ ചൊവ്വാഴ്ച കൃത്യം 1 മണിക്ക് നടക്കുന്നത് എല്ലാ വർഷവും. അതുകൊണ്ടാണ് ഇത് ചരിത്രവും പാരമ്പര്യവും ബൈബിൾ അധിഷ്ഠിതവും സ്നേഹം നിറഞ്ഞതുമായ കൂട്ടായ്മയുടേതുമായ ഒരു വലിയ ആഘോഷമാണ് നമ്മുടെ ഈ കപ്പൽ പ്രദക്ഷിണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആവേശ തിരയിളക്കി ആർപ്പുവിളികളോടെ കത്തുന്ന ചൂടിലും ചുട്ടുകൊള്ളുന്ന വെയിലിലും ചെരുപ്പുകൾ ഇടാതെ കടപ്പൂർ നിവാസികൾ നൽകുന്ന ആവേശത്തിന്റെ തിര നമ്മുടെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുവാൻ പര്യാപ്തമാണ് അവർ കാഴ്ചവെക്കുന്ന ഈ കപ്പലോട്ടം.